നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു? ഇത്രയും വെളിച്ചം കിടന്നിട്ട് ഞാൻ എവിടെയെന്നൊക്കെ ചോദിച്ചു കളിയാ. ഞാൻ ഇവിടെ ഇരിക്കല്ലേ കല്ലുപോലെ. അവൻ്റെ വാർത്ത ഒരുപാട് വായിക്കുന്നുണ്ട്. ഇത് ഇംഗ്ലീഷ് അല്ലേടാ? നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞോണ്ടല്ലോ. ഉടായ്പ വേണ്ട, നമ്പർ വേണ്ട. നീ സമരത്തിന് പോയില്ലായിരുന്നു? അതുകൊണ്ട് സമരത്തിന് പോയി. ഞങ്ങളുടെ പാർട്ടിയുടെ സമരം വളരെ സമാധാനപരമായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ പോന്നു. വാ, നമുക്ക് സ്റ്റേഷൻ വരെ പോയിട്ട് വാ. എന്തിന്? നീ സ്റ്റേഷൻ വരെ വാ. കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. സ്റ്റേഷനിൽ വരേണ്ട കാര്യം നിനക്കറിയില്ലേ? എന്ത്? സമര സ്ഥലത്ത് നടന്ന പ്രശ്നങ്ങൾ നീ അറിഞ്ഞില്ലേ? പോലീസുകാർക്ക് നേരെ കല്ലേറ് നടത്തിയതും വണ്ടി അടിച്ചു പൊട്ടിച്ചതും നീ അറിഞ്ഞില്ലേ? ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ പോയി പിടിക്കുക. ആരെങ്കിലും അല്ല, നിന്റെ കൂട്ടത്തിൽ അൻസാർ നടനാനുണ്ടായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരെ പിടിക്കുക. അല്ലാതെ കണ്ണി കണ്ടവരെ പിടിക്കാൻ നടക്കല്ലേ അടിയാ. നീ പോ. ക്ലീറ്റസ് അവിടെ ഇല്ലായിരുന്നല്ലേ പറഞ്ഞത്? പിന്നെ നിനക്കെന്ത് ഇത്ര കുഴപ്പമാവും? അമ്മ ഇതെന്താണെന്നറിയാമോ അമ്മ? അവിടെ സമരത്തിന് KPP പാർട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്ത കൂട്ടുകാരൻ സാബുവിൻ്റെ അവന്മാരായിരുന്നു വേണ്ട അലമ്പ്. സാബുവിനെയൊക്കെ പിടിച്ചാൽ അവൻ്റെ പണി പോകും. അതവൻ അറിയാം. തൽക്കാലം രക്ഷപ്പെടുന്ന കരുതിക്കും. പക്ഷെ അൻസാറിനെ നടനാൻ പോലീസ് പൊക്കിയ പഴയ കണക്കൂടെ ഞാൻ തീർക്കും. അത് പറഞ്ഞോണ്ട് നിങ്ങളെ പോലീസുകാരുടെ ഈ വിരട്ടൊക്കെ പണ്ട് പേടിക്കുകയാണ്. ഇപ്പൊ അതൊന്ന് ഞങ്ങൾ അങ്ങനെ നീ അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കല്ലേ നീ. പിന്നെ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു പറഞ്ഞില്ലേ? ഏട്ടൻ പൊയ്ക്കേ. നമ്പരാടി ഉടായിപ്പണവന്റെ. പക്ഷെ ആളിയെ നീ ഓർത്തോളണം, അൻസാറിനെ നടനാൻ പോലീസ് പൊക്കിയ അവര് നിന്റെ പേര് പറഞ്ഞ ഇവിടേക്ക് ആദ്യം വരുന്ന പോലീസുകാരെ ഞാനായിരിക്കും. ആയിക്കോട്ടെ, അത് നീ മറന്നു വരുന്നത്. ഓ എന്താടാ ഇത്? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ പാ. എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിട്ട്. മനസ്സിലായല്ലോ? നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ സ്വന്തമായിട്ട് പായ മേടിച്ചിടണം. എന്തോ ലിറ്റോ ചേട്ടാ ഇത്? ഇവരൊക്കെ ആ വണ്ടി തല്ലിപ്പൊളിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നല്ലേ? എന്നിട്ടാണ് ഇവരെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ സത്യമ്മ. പോലീസ് തിരക്കി കിടക്കുന്ന പ്രതിയാണ് നീ വീട്ടിൽ കയറി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പ്രതിയല്ലമ്മ, ഇത് നമ്മുടെ നടരാജനല്ലേ. ഞാൻ ചേട്ടനോട് എന്തെങ്കിലും ഞാൻ പറയും. ഇത് നോക്കിക്കേ, ഇപ്പോഴെങ്ങാണ്ട് ഓടി വന്നതാ. ഡ്രസ്സ് പോലും മാറ്റാൻ സമയം കിട്ടില്ല. അത് ഞാനേ പെട്ടെന്ന് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ ഒരു ഒറ്റ അക്ഷരം മിണ്ടരുത്. രണ്ടും ഇപ്പൊ ഇവിടെ നിർത്തിക്കൊള്ളണം. ചേട്ടൻ അവിടെ ഇല്ലായിരുന്ന? സത്യമായിട്ടും ഇത് അമ്മ ഇതെന്താണെന്നറിയാമോ? ഇത് അന്ന് അവന്റെ സ്റ്റേഷന്റെ അവിടെ പോയി നമ്മൾ സമരം ചെയ്ത് അതിന്റെ വൈരാഗ്യം തീർക്കണോ ഞങ്ങൾ വെറുതെ അതൊന്നുമല്ല, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട ഒന്നും പറയണ നിങ്ങൾ വിശ്വസിക്കുക. അൻസാർക്ക് എവിടെ? അതിന് ഇനി എവിടെ കയറ്റി ഒളിപ്പിച്ചേക്കണത്? ഇല്ല, പറയട്ടെ. അവിടെ ഞങ്ങൾ സമരം തുടങ്ങിയപ്പോൾ തന്നെ ലാത്തി ചാർജ് ഉണ്ടായല്ലോ. അപ്പൊ തന്നെ ഞങ്ങൾ ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടി. അൻസാർ ഏതോ ഒരു വഴിക്കോടി വഴി തെറ്റിപ്പോയി. എവിടെ ഉണ്ട്? ഇനിയിപ്പൊ കൂടുതലൊന്നും പറയണ്ട. നീ അവനെ വിളിക്ക്. കനകനെ വിളിക്കട്ടെ. ഭീഷണിയാ? അതന്നെ. ഓ അത് ശരി. അങ്ങ് അമ്മായിയമ്മയും മരുമോളും കൂടെ എന്നെ അങ്ങ് പേടിപ്പിക്കണം നിങ്ങൾ. എന്താ വിചാരിച്ച എന്നെ പറ്റി? ഞാൻ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഞാൻ സമരം ചെയ്യും, പല രീതിയിൽ പലതും കാണിക്കും. എനിക്ക് മേളിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരാരെങ്കിലും അറിഞ്ഞോണ്ടല്ല നിങ്ങളുടെ മോൻ പോലീസുകാരൻ്റെ പണി തെറിച്ച് ഇവിടെ ഈ വീട്ടിൽ വന്ന് അടുക്കള പണി ചെയ്യേണ്ടി വരും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വിളിക്കും നിങ്ങളവനെ, വിളിക്കുക. അവൻ എന്നെ അങ്ങ് മൂക്കി കയറ്റി കളയോ? വിളിക്കേണ്ട കാര്യമില്ല. ദേ അവൻ വരുന്നു. ചേട്ടാ പോര്. ഏട്ടൻ പോയി, വെറുതെ പറഞ്ഞതാ. എവിടെ പോയി?